തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനോട് കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. അജിത, മഹേശ്വരി, സിന്ധു എന്നീ 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ താൽക്കാലിക ജീവനക്കാരടക്കം 7 പേരെ ശിശുക്ഷേമ സമിതി പിരിച്ചുവിട്ടു. നഖം കൊണ്ട് നുള്ളിയ പാട് ഞങ്ങൾ ശ്രദ്ധ വന്ന ഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു? സ്വാഭാവികം ജനറൽ സെക്രട്ടറി അടുത്തേക്ക് വന്നു. ജനറൽ സെക്രട്ടറി അടുത്തേക്ക് വന്ന സമയത്ത് ആ നിമിഷം തന്നെ എന്ത് ചെയ്തു? നിയമപരമായ നടപടിയിലേക്ക് പോകാൻ വേണ്ടി പറയുകയും അപ്പോൾ തന്നെ നിയമപരമായ നടപടി ശുപാർശ ചെയ്യുകയും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ശ്രദ്ധ വന്ന ഘട്ടത്തിൽ തന്നെ ആ 7 ദിവസം കഴിഞ്ഞ ആ ഒരു ആഴ്ച ഡ്യൂട്ടിയിലുണ്ട് മുഴുവൻ ജീവനക്കാരെ മുഖം നോക്കാതെ അപ്പോൾ തന്നെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് പോയി. അതിനുശേഷമാണ് പോലീസ് അന്വേഷണത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ 7 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിൽ സ്വാഭാവികമായും ചിലപ്പോൾ നിരപരാധികളുണ്ടായിരിക്കാം. പക്ഷേ 7 പേരെ ഞങ്ങൾ എന്ത് ചെയ്തു? ഡ്യൂട്ടിയിൽ തുടർച്ചയുണ്ടായിരുന്ന 7 പേരെ ഞങ്ങൾ ഒഴിവാക്കി. അറസ്റ്റിലായ 3 പേർക്കെതിരെയും പോലീസ് പോക്സോ ചുമത്തി. സംഭവത്തിൽ കേസെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പ്രതികരിച്ചു. കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യും. ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട ശിശുക്ഷേമ സമിതിയോട് വിശദീകരണം ആവശ്യപ്പെടും. ഇത്തരം ആളുകളെ ഒരു തരത്തിലും ഒരു ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലും ഇരുത്താൻ വേണ്ടി പാടില്ല. ശിശുക്ഷേമ സമിതി തന്നെ പരിശോധിക്കുന്നുണ്ട്, ഞങ്ങളും അത് പരിശോധിക്കും. ശിശുക്ഷേമ സമിതി ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ അറസ്റ്റിലായ ഈ 3 ആയമാരെ റിമാൻഡ് ചെയ്തിട്ടുണ്ടോ? അവരെ കോടതിയിൽ ഹാജരാക്കിയല്ലോ, റിമാൻഡ് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ? എത്ര ഗൗരവത്തിലാണ് ഈ വിഷയം ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധ കാര്യങ്ങൾ നടന്നാൽ അതിൽ നടപടിയെടുക്കാൻ വൈകുന്നു, അത് ജനങ്ങളോട് പറയാതെ മറച്ചുവെക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അടുത്ത നീക്കങ്ങൾ ഈ വിഷയത്തിൽ? വിജയകുമാർ, എന്തായാലും 1 മാസം മുമ്പാണ് 2 കുഞ്ഞുങ്ങളെ, 2.5 വയസ്സും 1 വയസ്സും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളെ തിരുവനന്തപുരത്തെ CWC കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. ഇവരുടെ ബന്ധുക്കളാണ് അച്ഛനും അമ്മയും നഷ്ടമായ കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത്. ഈ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിന് ഈ ക്രൂരത നേരിടുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. ഈ 3 ആയമാരിൽ അജിത എന്നു പേരുള്ള ഒരു ആയയാണ് ഈ കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്തും ജനനേന്ദ്രിയത്തിലും നഖം ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചത്. പിന്നീട് ഇത് പിറ്റേ ദിവസം ആണ് ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ, അത് മറ്റായമാർ കുളിപ്പിക്കുമ്പോഴാണ് കുഞ്ഞ് ഈ നീറ്റൽ കൊണ്ട് കരഞ്ഞ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനറൽ സെക്രട്ടറി വിവരം അറിയിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന് മുറിവേറ്റിട്ടുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. ഈ സംഭവം ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ഉടൻ തന്നെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് മ്യൂസിയം പോലീസ് ഈ സ്ഥലത്തെത്തി ഇവിടുത്തെ CCTV അടക്കം പരിശോധിച്ചു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെല്ലാം ചോദ്യം ചെയ്തപ്പോഴാണ് അന്ന് ഈ അജിത അടക്കമുള്ള അവരാണ് ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടത്. ഇത് കൂടാതെ ഈ സംഭവം അറിഞ്ഞ 2 പേരെ കൂടി പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അത് സിന്ധു, ഒപ്പം തന്നെ മഹേശ്വരി. ഇവർക്ക് ഈ സംഭവം അറിയായിരുന്നു, പക്ഷേ ഇവർ അത് 2 ദിവസം മൂടിവെച്ചു. ഇതാണ് അവർക്കെതിരെ ഉണ്ടായ കുറ്റം. അങ്ങനെ 2 വകുപ്പുകൾ, പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഇങ്ങനെ 2 വകുപ്പുകൾ ചുമത്തിയാണ് ഈ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലാണ് ഹാജരാക്കുന്നത്. സ്വാഭാവികമായിട്ടും റിമാൻഡ് ഉറപ്പാണ്. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായ ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് CWC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടും 2 ദിവസം ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ളത് ഗൗരവതരമായ സംഭവമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. സ്വാഭാവികമായിട്ട് പോലീസ് ഇനി അടുത്ത ഘട്ടത്തിൽ ഇവർ റിമാൻഡിന് ശേഷം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇവരെ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഈ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 പേർക്കെതിരെ CWC നടപടിയെടുത്തിട്ടുണ്ട്. കാരണം അന്ന് ഈ സെക്ഷനിൽ ഈ 2.5 വയസ്സുള്ള ഈ പെൺകുഞ്ഞ് കഴിഞ്ഞിരുന്നു. ഈ സെക്ഷനിൽ നിന്ന് 7 പേരായിരുന്നു ചുമതലയിലുണ്ടായിരുന്നത്. ഈ 7 പേരെയും, ഇവരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ്, വർഷങ്ങളായി പരിശീലനമടക്കം ലഭിച്ചിട്ടുള്ള താൽക്കാലിക ജീവനക്കാരാണ്. ഇവരെ എല്ലാവരെയും പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് CWC എടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതിൽ ചിലർക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ
അവർക്കും കൂടി അറിയേണ്ട കാര്യമായിരുന്നു. കാരണം ഒരു കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞിനെ നോവിക്കുമ്പോൾ കുഞ്ഞ് സ്വാഭാവികമായിട്ടും കരഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഈ സംഭവം ഒരുപക്ഷെ അവർ അറിയാതെ പോയതും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ന് ജോലിയിലുണ്ടായിരുന്ന 7 പേർക്കെതിരെയും നടപടി എടുത്തിട്ടുള്ളത്. എന്തായാലും സ്വാഭാവികമായിട്ടും ഇനിയുള്ള ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഇനി താൽക്കാലികമായി നിയമനങ്ങളടക്കം നടത്തുമ്പോൾ ഇവർക്ക് കൂടുതൽ പരിശീലനം നടക്കുന്നത്, ബോധവൽക്കരണം നൽകുന്നത്, കൗൺസിലിംഗ് അടക്കം നൽകുന്നത് കാര്യങ്ങൾ കൂടി സൂക്ഷ്മമായി പരിശോധനയ്ക്ക് CWC ഒരുങ്ങുകയാണ്. യെസ്, വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ശിശുക്ഷേമ സമിതിയിൽ നടന്നത് കണ്ണില്ലാത്ത ക്രൂരത എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. കേരളം ഒന്നാകെ അപമാന ഭാരത്താൽ തന ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. അതിക്രൂരമായ സംഭവം നടന്നിട്ടും അത് ഒളിപ്പിച്ചു വെച്ചു എന്നത് ഗൗരവതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആയമാരെ സസ്പെൻഡ് ചെയ്തതിലൂടെ എല്ലാം അവസാനിപ്പിച്ചു എന്ന് സർക്കാരും ശിശുക്ഷേമ സമിതിയും കരുതരുത്. കുറ്റകൃത്യം ഒളിപ്പിച്ചു വെച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സമിതി ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന ഒരു വാർത്താക്കുറിപ്പ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപക്ഷെ കൂടുതൽ തുടർ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായേക്കാം. അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ്. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു കൂടുതൽ ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ തീരില്ല, അത് പോരാ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.